ചിമ്മി ചിമ്മി മിന്നി മിന്നി തിളങ്ങുന്ന വിണ്ണിലെ നക്ഷത്രങ്ങളെ മണ്ണിൽ കുടിയിരുത്തിയ ഒരു കുട്ടിക്കാലം. ക്രിസ്തുമസ് ആയാൽ ഈറ്റയും മുളയും കൂട്ടിക്കെട്ടി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് വിളക്ക് ഉള്ളിൽ കൊളുത്തി തൂക്കിയിടുന്ന നക്ഷത്രങ്ങൾ കാറ്റിലും മഴയിലും പെട്ട് അലിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന ഒരു വേദന ഹോ ഓർക്കാനേ വയ്യ. ഇന്ന് നമുക്ക് നക്ഷത്രം എങ്ങനെ ഉണ്ടാക്കാം, എത്രയും വേഗം നക്ഷത്രം എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള 8 ബാഗുകൾ. 7 വെച്ച് ഉണ്ടാക്കാം, 8 വെച്ച് ഉണ്ടാക്കിയാൽ ഒത്തിരി നന്നായിരിക്കും. പിന്നെ ഇതുപോലൊരു പശ, പിന്നെ ഒരു കത്രിക. എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ സാൻഡ്വിച്ചൊക്കെ പൊതിയുന്ന ഒരു ബാഗാണ്. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മധ്യഭാഗം ഇങ്ങനെ മടക്കുക, വീണ്ടും ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇതിൻ്റെ ഇങ്ങോട്ടും ഇങ്ങനെ മടക്കുക. ഈ വശവും അതേപോലെ നമുക്ക് മടക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്ത ഇതെടുക്കുക, ഈ നീണ്ട വശം അടിയിലേക്കാക്കി വയ്ക്കുക, ഗം എടുക്കുക, ചുമ്മാ ഇങ്ങനെ തൂക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ ഒട്ടിക്കുക. സമയം ലാഭിക്കാനായി ബാക്കി 6 ഞാനിങ്ങനെ ഒട്ടിച്ച് വച്ചിട്ടുണ്ട്. അതിൻ്റെ മീതയിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇതും ഒട്ടിക്കുക. ഇത്രയും ശ്രദ്ധിക്കുക. നമ്മൾ ഉണ്ടാക്കിയ 8 ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ നമ്മൾ ആദ്യം മടക്കിയ പേപ്പറും. 7 വെച്ചും നമ്മൾക്ക് ഉണ്ടാക്കാം. 8 വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇതോടുകൂടി നമ്മുടെ നക്ഷത്രത്തിൻ്റെ പണി തീരുകയാണ്. ഇനി കത്രിക എടുക്കുക, ഈ ലൈനിൽ കൂടി അത് വെട്ടിക്കളയുക. നോക്കുക, വളരെ എളുപ്പത്തിൽ ഏത് കൊച്ചുകുട്ടികൾക്കും അനായാസേന ഉണ്ടാക്കാവുന്ന ഒരു നക്ഷത്രമാണ് ഇത്. ഞാൻ കണ്ടുപിടിച്ചതല്ല, ഞാൻ ചുമ്മാ ഇത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ഭംഗിക്ക് ഇവിടെ വേണമെങ്കിൽ 2-3 ചെറിയ ഓട്ടകളിടാം. നിർബന്ധമില്ല. ഇതൊരു ഭംഗിക്ക് 1 കണ്ടോ. അത് വേണമെങ്കിൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ നമുക്ക് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, നമ്മുടെ ഇഷ്ടത്തിന്. ഞാനിപ്പോൾ ഇവിടെ ട്രയാങ്കിളാണ് ഉണ്ടാക്കുന്നത്. 3 ഉണ്ടാകും.
ഈ സൈഡിലും അതേപോലെ തന്നെ 3 ഇടാം. ഒന്ന്, രണ്ട്, ഇനി ഒരെണ്ണം കൂടി ഇട്ടാൽ തീരെയായി. നക്ഷത്രപ്പണി തീർന്നു. ഇനി ചെയ്യേണ്ടത് നമ്മൾ അവസാന പണി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വീണ്ടും ഈ പശ തേക്കുകയാണ്. പശ തേച്ചിട്ട് ഇനി ഇതിനെ വിടർത്തുക. വിടർത്തി ഇത് തമ്മിൽ യോജിപ്പിക്കുക. നക്ഷത്രം റെഡി. ഇങ്ങനെ നിരവധി നക്ഷത്രങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ വീടിനെ ഒരു നക്ഷത്ര ബംഗ്ലാവാക്കി തീർക്കാം. നോക്കുക, വളരെ എളുപ്പത്തിൽ ഏത് കൊച്ചുകുട്ടിക്കും ഉണ്ടാക്കാവുന്ന ഒരു നക്ഷത്രമാണിത്. ഇതിനെ ഇവിടെ ചെറിയൊരു ഓട്ടയിട്ട് ചെറിയൊരു നൂലിൽ കോർത്ത് നിങ്ങൾക്ക് ഇത് അനായാസേന എവിടെ വേണമെങ്കിലും തൂക്കിയിടാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.